മോൾ എപ്പടിയാവത് ഒരു വണ്ടി വിളിച്ച് സീക്കിരം ഹോസ്പിറ്റലിലേക്ക് പോ. അവർ എഴുന്നേറ്റ് വരുമ്പോൾ ഉന്നെ കാണ വേണ്ട. കുഴപ്പമില്ല ശരവണ. എത്ര നേരം ഇങ്ങനെ പേടിച്ച് മുറിക്കകത്ത് പൂട്ടിയിരിക്കും? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അല്ല മോളെ, സുജാത വിളിച്ചായിരുന്നോ? നേരം വെളുത്തിട്ട് വിളിച്ചിട്ടില്ല. അല്ല, ഇന്ന് നിത്യയുടെ ഡിസ്ചാർജ് അല്ലേ? അവൻ ഹരിയെ അവൻ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയായിരുന്നേ. അല്ല, ജീവൻ എവിടെ? ഏട്ടന് എഴുന്നേറ്റില്ല. അമ്മാവ, എന്നെ അനുഗ്രഹിക്കണം. ഓ, നന്നായിട്ട് വാ. ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയിന്ന്. ഇപ്പൊ സമയം നോക്കിയപ്പോഴാ ഇന്ന് ഡിസ്ചാർജ് അല്ല. വാച്ചും ഇല്ലേ? പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം. അമ്മാവ, ഹരി എവിടെ? അല്ല, ഹരി അവൻ ആശുപത്രിയിലോട്ട് പോയായിരുന്നു. ഞാൻ ഹരിയോടൊപ്പം ഹോസ്പിറ്റലിൽ പോകാന്ന് വെച്ചതാ. ജ്യോതി, ചായ ഒന്നും ഇല്ലേ? ഉണ്ട്. അത് ശരി. എന്നിട്ടാണോ? പോയി എടുത്തോണ്ട് വാ. ആ പോ. എന്താ ശരവണ നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. കേട്ടോ അമ്മാവ, നമ്മുടെ വീട്ടിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അതിന്റെ അളവ് അറിയണമെങ്കിൽ ശരവണന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ചായ. അല്ല മോനെ, ഈ ആശുപത്രിയിലെ എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ഹരി അവനും പോയിട്ടുണ്ട്. അതുകൊണ്ട് മോൻ തിരക്ക് പിടിച്ചൊന്നും അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. അയ്യോ, പോണമെന്നുണ്ട്. നിത്യയുടെ കാര്യമല്ലേ? എടീ, അമ്മയോട് ചോദിച്ചിട്ടെ നിത്യയ്ക്ക് കുടിക്കാൻ കഞ്ഞിയോ മറ്റോ വേണമെങ്കിൽ അതൊന്ന് റെഡിയാക്കി വെക്കേ, കേട്ടോ? പിന്നെ ശരവണ, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ? അമ്മ സാർ. വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. പോലീസ് എന്താ സാറേ? ഇവിടെ ആരാ ജീവൻ? ഞാനാ സാറേ. എന്താ സാർ? തന്നോടേ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാൻ എസ് ഐ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നോളാം. കൂട്ടി കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല സാറേ, എന്നെ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ എസ് ഐ സാർ പറഞ്ഞോളൂ. തമാ